ക്രിസ്മസ് ആയിട്ട് വീട്ടിൽ പോകാനായിട്ട് ഊബർ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാനും അതും കൂടെ ഊബറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, റെഡി ആയിട്ട്. ഹായ് എന്ന് പറഞ്ഞേ, അമ്മായി എന്ന് പറഞ്ഞേ, അമ്മാമ്മ എന്ന് പറഞ്ഞേ, അമ്മ എന്ന് പറഞ്ഞേ, പറയ് അച്ഛാ എന്ന് പറഞ്ഞേ, അച്ഛാ എന്ന് പറഞ്ഞേ. നിച്ചുവിനെ ഇനി അടുത്ത വരവിലാണ് കേട്ടോ കാണുള്ളൂ. അപ്പോൾ കുട്ടിയോട് ഓരോന്ന് ഞാൻ ഇരുന്ന് പറയാനാണ് കേട്ടോ. അപ്പോൾ കുട്ടിയെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയതായി ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ആദ്യച്ചക്ക. അപ്പോൾ ഊബർ കാറ് വത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നിച്ചും ചേച്ചി അമ്മയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് അവരിതേ ഒരു സൈഡിൽ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതേ കാറേ കയറി. അപ്പോൾ എല്ലാവർക്കും ടാറ്റിങ് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇതേ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് അടുത്ത ആഴ്ചയെ വരുള്ളൂ. അത് പക്ഷെ നാളെ തന്നെ തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ ഇതേ വീട്ടിലെത്താറായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്താറായപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഉണ്ടാക്കിയ ഫുഡിനെ കുറിച്ചിട്ടാണ് ഈ ആലോചിക്കണത്. അപ്പോൾ ദേ വീട്ടിലെത്തി നേരെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് അമ്മ ദേ വട്ടയപ്പവും ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് രാവിലെ ഇതേപോലെ വട്ടയപ്പവും ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അത് കഴിക്കലാണ് ചെയ്യാറ്. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും അമ്മ ദേ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. അമ്മയ്ക്ക് ഇന്ന് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അവരും ഹോസ്പിറ്റലായതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ ദിവസങ്ങളിലൊന്നും മുടക്കുണ്ടാവില്ല. അപ്പോൾ അമ്മ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ പോർക്കായിരുന്നു സ്പെഷ്യലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ പോർക്ക് വെക്കണം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാനായിട്ടിരുന്നു. പോർക്കും ചിക്കനും അതേപോലെ സാമ്പാർ കറിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞങ്ങൾ 4 ആളും കൂടിയിട്ട് കഴിക്കാതിരിക്കാണ് കേട്ടോ. പച്ചുവിന് വയറുവേദന ചെയ്തുകൊണ്ട് അവൾ കഴിക്കാനായിട്ട് ഇരുന്നില്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവളവിടെ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും അതും കൂടിയിട്ട് ഇതേ അമ്മയുടെ വീട്ടിൽ പോയി. തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്മയുടെ വീട്. അപ്പോൾ അച്ചാച്ചനെ ഇതേ കൊണ്ടായിട്ട് കേക്ക് കൊടുത്തു കേട്ടോ. ക്രിസ്മസ് ആയിട്ട് പേരക്കുട്ടികളുടെ വക ആദ്യത്തെ ക്രിസ്മസ് ആണ്. അപ്പോൾ അതേ കേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാമി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ നല്ലൊരു ഗംഭീരം ഉറങ്ങിയിട്ട് എണീറ്റിരിക്കാനുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ കാങ്ങുളം ഉറങ്ങി ഇതുവരെ എണീറ്റിട്ടില്ലേ. കുട്ടി നല്ല ഉറക്കത്തിൽ തന്നെയാണ് കേട്ടോ. എപ്പോഴും തലകുത്തി തൊട്ടൊക്കെയാണ് കിടന്ന് ഉറങ്ങണത്. അപ്പോൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളത് കേക്ക് കഴിക്കണം. അപ്പോൾ അമ്മ കേക്ക് ഒരു സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അമ്മ കുറേ ടൈപ്പ് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതും കൂടി ഇരുന്ന് കഴിക്കാൻ കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രൂട്ടി കേക്കായിരുന്നു കേട്ടത്. ഇനി അടുത്തത് ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുന്നത് ബട്ടർ കേക്കാണ് കേട്ടോ. അപ്പോൾ അത് മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനാണ് ഇരുന്ന് മുറിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കേക്കിന് ഓർഡർ ഇന്നും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഉണ്ടാക്കാണ്. അപ്പോൾ അമ്മ വീട്ടിൽ നമ്മളിങ്ങനെ ഹോം മെയ്ഡായിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് അത്യാവശ്യം നല്ലോണം ഓർഡറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് നേരെ വേഗം ഓവനിലേക്ക് വെച്ചിട്ട് കുളിക്കാനൊക്കെ ആയിട്ട് റെഡിയാവാൻ പോവാണ്. വേറെ ഒന്നല്ല, ഹൈലൈറ്റ് മാളിലേക്ക് പോവാണ് കേട്ടോ. കുളിച്ചെത്തിയപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേഗം ഓവനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വെച്ച് നമ്മളിത് ഹൈലൈറ്റ് മാളിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മളിത് എവിടെ എത്തിയിട്ടുണ്ട്. ഉള്ളിൽ കയറിയപ്പോൾ ബാൻഡ് സെറ്റും പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നടന്ന് ചുറ്റിക്കറങ്ങി കണ്ട് നമ്മളിത് വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.